ഭാരം കുറയ്ക്കാൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് പലരും. എന്നാൽ പെട്ടെന്ന് ഭാരം കുറയാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ട്രിക്കാണ് ഡയറ്റീഷ്യനായ ഫറേഹ ഷാനം പറയുന്നത്. ഭാരം കുറയ്ക്കാനായി താല്പര്യപ്പെടുന്നവർ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വെറും വയറ്റിൽ നടക്കുന്നത് ഗുണം ചെയ്യുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ന്യൂഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഫറേഹ ഷാനം ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. ആരോഗ്യമുള്ള ഒരാൾ ദിവസേന മിതമായ അളവിൽ നടക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറയുന്നു. ഭക്ഷണത്തിന് മുൻപ് ചെയ്യുന്ന ഇത്തരം വ്യായാമങ്ങളെ ഫാസ്റ്റഡ് കാർഡിയോ എന്നാണ് വിളിക്കുന്നത്. ഒഴിഞ്ഞ വയറുമായി നടക്കുമ്പോൾ ശരീരം ഊർജത്തിനായി സംഭരിച്ച കൊഴുപ്പ് ഉപയോഗിക്കാൻ നിർബന്ധിതരാകുമെന്ന് ഇവർ പറയുന്നു. ഭക്ഷണം കഴിക്കാത്തതിനാൽ ശരീരത്തിൽ ശേഖരിച്ച കൊഴുപ്പ് തന്നെ ഉപയോഗിക്കും. ഇത് കൊഴുപ്പെരിയുന്നതിനും മെച്ചപ്പെട്ട ശരീരഭാരം കുറയ്ക്കുന്നതിനും ഇടയാക്കും. ഇത്തരത്തിൽ വെറും വയറ്റിൽ എന്തുതരം വ്യായാമം ചെയ്യുമ്പോഴും ശരീരം രക്തത്തിൽ നിന്നാണ് പഞ്ചസാര എടുക്കുന്നത്. തുടർന്നുണ്ടാകുന്ന പ്രവർത്തനത്തിലൂടെ ഊർജത്തിനായി ശരീരത്തിൽ നിന്ന് കൂടുതൽ കൊഴുപ്പ് ഉപയോഗിക്കുന്നു. പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, BP എന്നീ അവസ്ഥകളുള്ളവർ ഫാസ്റ്റഡ് കാർഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടറുടെ കർശന നിർദ്ദേശപ്രകാരമേ ഇത്തരം വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. അൽഫാം കഴിച്ചാൽ ക്യാൻസറിന് കാരണമാകുമോ? തനിക്ക് കുടൽ ക്യാൻസർ വരാനുള്ള കാരണം അൽഫാം അമിതമായി കഴിച്ചതാണെന്ന് കഴിഞ്ഞ ദിവസം നടൻ സുധീർ സുകുമാരൻ പറഞ്ഞിരുന്നു. ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. തനിക്ക് അൽഫാമിലെ കരിഞ്ഞ ഭാഗങ്ങൾ ഇഷ്ടമാണെന്നും അത് ഒട്ടേറെ കഴിക്കാറുണ്ടെന്നും ഇതാവാം ക്യാൻസറിന് കാരണമായതെന്നുമായിരുന്നു സുധീർ സുകുമാരൻ പറഞ്ഞത്. എന്നാൽ അൽഫാം മാത്രം ക്യാൻസറിന് കാരണമാകാമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗ്രിൽഡ് മീറ്റ് കരിച്ചു കഴിച്ചാൽ കെമിക്കലുകൾ കൂടുതൽ ഉണ്ടാകുമെന്നത് ശരിയാണ്. എന്നാൽ ഈ കെമിക്കലുകൾ ക്യാൻസറിന് കാരണമാകുമോ എന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് പ്രമുഖ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രാജീവ് ജയദേവൻ പറയുന്നു. കുടൽ ക്യാൻസറിന് അനവധി കാരണങ്ങളുണ്ട്. കുടൽ ക്യാൻസറിന് വ്യക്തമായ ഒറ്റ കാരണം കണ്ടെത്തിയിട്ടില്ല. ഹൃദ്രോഗത്തെ പോലെ അനവധി ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. അമിത മദ്യപാനം, പുകവലി, പാരമ്പര്യ പ്രശ്നങ്ങൾ എന്നിവ കാരണം കുടൽ ക്യാൻസർ ഉണ്ടാകാം. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ 20% കുടൽ ക്യാൻസർ സാധ്യത കൂടുതലാണ്. റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ് എന്നിവയുടെ ഉപയോഗം എന്നിവ കുടൽ ക്യാൻസറിന് കാരണമാകാം. സന്തുലിതമായ ജീവിത രീതിയാണ് എല്ലാം കൊണ്ടും നല്ലത്. ഏതെങ്കിലും ഒരു ഘടകം അമിതമായാൽ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണെന്നും ഡോക്ടർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. കമന്റുകൾ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള പുതിയ ഫീച്ചറുമായി ഇൻസ്റ്റഗ്രാം. കൂടുതൽ ഡിസ്ലൈക്ക് ലഭിച്ച കമന്റുകൾ ലിസ്റ്റിൽ ഏറ്റവും താഴെയാവും ഉണ്ടാവുക. പുതിയ ഫീച്ചർ ടെസ്റ്റ് നടക്കുകയാണ്. ലൈക്ക് ബട്ടന് അടുത്തുള്ള താഴേക്ക് അഭിമുഖീകരിക്കുന്ന അമ്പടയാളം ക്ലിക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ സ്വകാര്യമായി ഡൗൺഗ്രേഡ് ചെയ്യാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു പുതിയ സവിശേഷതയാണ് ഇൻസ്റ്റഗ്രാം പരീക്ഷിക്കുന്നത്. ഡിസ്ലൈക്ക് എണ്ണം പരസ്യമായി പ്രദർശിപ്പിക്കുകയോ ഉപയോക്താവിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ ചെയ്യാതെ ഈ പ്രവർത്തനം വിസമ്മതത്തെ സൂചിപ്പിക്കുന്നു. മൊത്തത്തിലുള്ള ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് അഭിപ്രായ റാങ്കിങ്ങുകൾ ക്രമീകരിക്കുന്നതിന് ഈ ഫീഡ്ബാക്ക് ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ഫീച്ചർ നിലവിൽ പരിമിതമായ ഉപയോക്താക്കൾക്കൊപ്പം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിലെ വ്യക്തികൾക്ക് അവരുടെ ഇടപെടലുകളിൽ കൂടുതൽ നിയന്ത്രണം നൽകാനും കൂടുതൽ പോസിറ്റീവും ഇടപഴകുന്നതുമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനും ഇൻസ്റ്റഗ്രാം ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാരി സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മൊബി കപ്പ് 2025 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പരിപാടി അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാരി സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് മൊബി കപ്പ് 2025 നാലാം ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. മുൻ മന്ത്രിയും സ്ഥലം MLAയുമായ അഹമ്മദ് ദേവർകോവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ VKC മുഹമ്മദ് കോയ, മൊബൈൽ ഫോൺ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി CV ഇക്ബാൽ, മൊബൈൽ ഫോൺ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഫീഖ് മീനടത്തൂർ, നിസാർ അഹമ്മദ്, ഷൈജു ചീക്കിലോട്, മൊബൈൽ ഫോൺ സമിതി ജില്ലാ സെക്രട്ടറി ഷഹബാബ്, അനൂപ് സെൽഫോൺസ്, മറ്റു ജില്ലാ നേതാക്കന്മാരും കായിക താരങ്ങളെ പരിചയപ്പെടുന്ന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.